പ്രശാന്തേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രേക്ഷകരെ നമസ്കാരം. പാലക്കാട് താമര വിരിയും. കൃഷ്ണകുമാർ എത്ര വോട്ട് പിടിക്കും? പാലക്കാട് ഇക്കുറി താമര വിരിയും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൃഷ്ണകുമാർ 50,000-ന് മുകളിലേക്ക് വോട്ട് നില ഉയർത്തും എന്നാണ് കണക്കുകൾ പറയുന്നത്. 50,000-ന് മുകളിലേക്ക്. കഴിഞ്ഞ തവണയും ഈ ശ്രീധരൻ സാറ് 50,000-ന് മുകളിലേക്ക് വോട്ട് പിടിച്ചു. ഇക്കുറി എന്തുകൊണ്ട് കൃഷ്ണകുമാർ 50,000-ന് മുകളിൽ വോട്ട് പിടിക്കും എന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരുന്നത് പാലക്കാട്ടെ പോളിംഗ് കണക്കുകളാണ്. ആ കണക്കുകളാണ് നമ്മളിപ്പോൾ ഇതിലൂടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. യെസ്. 2021 ഈ മുനിസിപ്പാലിറ്റി, പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. RSSൻ്റെ ഉറച്ച കോട്ടയാണ്. RSSന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ഈ മുനിസിപ്പാലിറ്റി. നമുക്ക് ആ മുനിസിപ്പാലിറ്റി തന്നെ ആദ്യം പരിശോധിക്കാം. 2021 മുനിസിപ്പാലിറ്റിയിൽ 65% പിന്നെ പോളിംഗ് നടന്നത്. ഇക്കുറി 2024 അത് 71% ഉയർന്നിരിക്കുകയാണ്. അത് വലിയ അളവിൽ, അതായത് BJPക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള, RSSന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം 80% പോളിംഗ് മൊത്തത്തിൽ പാലക്കാട് നടന്നിട്ടുണ്ട്. അതിൽ മുനിസിപ്പാലിറ്റി എടുത്തു പറയണം. മനസ്സിലായില്ലേ? ഒരു മുനിസിപ്പാലിറ്റി പ്രദേശത്ത് മാത്രമല്ല, മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ ഒരു BJP വോട്ട് കഴിഞ്ഞ തവണ പോൾ ചെയ്യപ്പെടാതെ പോയ BJP വോട്ടുകളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട്. BJP അനുഭാവിയായിരിക്കും, ചിലപ്പോൾ പ്രവർത്തകനായിരിക്കും, എന്തെങ്കിലും അസൗകര്യം കൊണ്ട് വോട്ട് ചെയ്തില്ലെന്ന് വരും. ചിലപ്പോൾ ഈ ചില സ്വരച്ചേർച്ചയില്ലായ്മ കൊണ്ട് എന്നാൽ പിന്നെ ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അങ്ങ് പാർട്ടി എന്താണെന്ന് വെച്ചാൽ ജയിക്കുകയോ തോക്കുകയോ ചെയ്യട്ടെ, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആടി നിൽക്കുന്ന വോട്ടുകളുണ്ട്. അങ്ങനത്തെ കണക്കെടുത്ത് 6,000 വോട്ടുകൾ അങ്ങനെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു എന്ന് BJPക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇത്തവണ 6,000 വോട്ടും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമാണോ? അല്ല, ഒരിക്കലും അല്ല. 6,000 വോട്ടുകൾ നിസ്സാരമല്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ BJP തോറ്റത് 3,859 വോട്ടിനാണ് ഈ ശ്രീധരൻ സാർ തോറ്റത്. ഇത്തവണ അങ്ങനെ ആ പോൾ ചെയ്യപ്പെടാതെ പോയ 6,000 വോട്ട്, അതിൽ നല്ലൊരു ശതമാനവും മുനിസിപ്പാലിറ്റിയിലാണ്. ആ വോട്ട് ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ഒരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇനി ഈ സന്ദീപ് വാര്യർ ഫാക്ടർ, അത് വലിയ തോതിൽ പാലക്കാട്ടെ RSS BJP പ്രവർത്തകരെ സ്വാധീനിച്ചു. സന്ദീപിൻ്റെ ചതി എന്ന് അവർ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഇവിടെ കൃഷ്ണകുമാറോ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ ഒന്നുമല്ല, ഇവിടെ ജയിക്കേണ്ടത് BJP ആണ്, വിരിയേണ്ടത് താമരയാണ് എന്ന് അവർ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു. ചതിയൻ സന്ദീപ് BJPക്ക് ഗുണം ചെയ്തു വാസ്തവത്തിൽ. ഇനി ഈ മുനമ്പം വഖഫ് വിഷയം, വഖഫ് വിഷയത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമരം നടക്കുന്ന അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം മുനമ്പമാണ്. ആ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചിരിക്കുകയാണ്. പാലക്കാട്ടുള്ള ക്രിസ്ത്യൻ വോട്ട് പ്രത്യേകിച്ചും അത് വലിയ തോതിൽ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പിരിയാരി പഞ്ചായത്ത്, അത് അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവുണ്ട്. മാത്തൂർ പഞ്ചായത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ 3% കുറഞ്ഞു. കണ്ണാടി വരുന്നു. കണ്ണാടിയിലൊരു സവിശേഷതയുണ്ട്. കഴിഞ്ഞ തവണ കണ്ണാടിയാണ് ഷാഫിയെ, ശ്രീധരൻ സാറിനെ ഓവർടേക്ക് ചെയ്യാൻ സഹായിച്ച പഞ്ചായത്ത്. കണ്ണാടിയിൽ വലിയ തോതിൽ CPM സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ CPM വോട്ട് മറിച്ചു എന്നുള്ളത് വ്യക്തമല്ലേ കണ്ണാടിയിൽ. അങ്ങനെയാണ് കണ്ണാടിയിൽ ഷാഫിക്ക് ശ്രീധരൻ സാറിനെ ഓവർടേക്ക് ചെയ്യാൻ സാധിച്ചത്. ഇക്കുറി കണ്ണാടിയിൽ കുറഞ്ഞ പോളിംഗ് ശതമാനം കേട്ടാൽ ഞെട്ടും. 8%. ഇനി പറയൂ, BJP ജയിക്കുമോ തോക്കുമോ? ഈ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് കാര്യങ്ങൾ. അതായത് BJPയുടെ കണക്കൂട്ടലനുസരിച്ച് 2021 75.37% പോളിംഗ്. അത് ഇത്തവണ 70.52% കുറഞ്ഞു. കുറവ് വന്നത് എവിടെ? പഞ്ചായത്തുകളിലാണ്. എന്നാൽ അതേസമയം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടി മുനിസിപ്പാലിറ്റിയിൽ. പിരിയാരി പറഞ്ഞല്ലോ, 5% കുറഞ്ഞു. അത് നിസ്സാര കാര്യമല്ല. അവിടെ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു. മാത്തൂർ 3% കുറഞ്ഞു.
പിന്നെ ഈ കഴിഞ്ഞ 2020 മുതൽ കണക്കെടുത്ത് നോക്കിയാൽ ക്രമാനുഗതമായി ഇവിടെ എല്ലാം ബി ജെ പിക്ക് വോട്ട് കൂടുന്നുണ്ട്. നമ്മൾ 2011-ലെയും 2016-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ, അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവിടെ എല്ലാം ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. അന്നത്തതിനേക്കാളും ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു പോകുന്തോറും ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഒപ്പം ബി ജെ പി പറയുന്നു ഭൂരിപക്ഷം, അതായത് ഈ മുനിസിപ്പാലിറ്റിയിലെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഏതാണ്ട് 7000 വോട്ട് വരെയായിരുന്നു ശ്രീധരൻ സാറിന്. ഇക്കുറി അത് 10,000 കടന്നാൽ ബി ജെ പി ഉറപ്പായിട്ടും ജയിക്കും. ഈ കൽപ്പാത്തി തമിഴ് ബ്രാഹ്മണർ, അവരുടെ വോട്ട് ഇക്കുറി ആർക്കാണ് ലഭിച്ചിട്ടുണ്ടാവുക? അത് നല്ലൊരു ചോദ്യമാണ്. ഇക്കുറി അവർക്ക് സ്വാധീനമുള്ള 5 വാർഡുകളുണ്ട്. ഈ 5 വാർഡിലെ വോട്ട് ബി ജെ പിക്കാണ് കിട്ടിയിരിക്കുന്നത്. വെറുതെ പറയുന്നതല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സാധാരണ 2011 മുതൽ ഈ 5 വാർഡിലും കോൺഗ്രസ്സിനാണ് വോട്ട് കൂടുതൽ കിട്ടുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷൻ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോഴും അവിടെ എല്ലാം കോൺഗ്രസ്സുകാരായ തമിഴ് ബ്രാഹ്മണരാണ് ജയിക്കുന്നത്. പക്ഷേ 2020 തൊട്ട് സ്ഥിതി മാറി. 2020-ൽ 5-ൽ 4 വാർഡും ബി ജെ പി പിടിച്ചു. 1 വാർഡ് ചെറിയ വോട്ടിനാണ് തോറ്റത്. 2021-ലും ഈ പറഞ്ഞതുപോലെ ഈ 5 വാർഡിൽ നിന്നും ബി ജെ പിക്ക് നല്ല രീതിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇക്കുറി 2024-ൽ കൽപ്പാത്തി ഒന്നടങ്കം തമിഴ് ബ്രാഹ്മണർ, അഗ്രഹാരങ്ങൾ ഒന്നടങ്കം പറയുന്നു ഞങ്ങൾ ബി ജെ പിക്കാണ് വോട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഖഫ് ഉയർത്തിയ വെല്ലുവിളി വളരെ വലുതാണ്. ജനങ്ങളാകെ ഭയഭീതരാണ്, ആശങ്കാകുലരാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ബി ജെ പിയിലേക്ക് വോട്ട് ഒഴുകുകയാണ്. ക്രിസ്ത്യൻ വോട്ടുകളും ഈ തമിഴ് ബ്രാഹ്മണരുടെ വോട്ടുകളും ഒഴുകുകയാണ്. ഇനി മറ്റൊരു സവിശേഷത കൂടെ ഉണ്ട്. ഒരു ചെറിയ ശതമാനം ഈഴവ വോട്ടുണ്ട് അവിടെ. ആ ഈഴവ വോട്ടും ബി ജെ പിക്കാണ്. കാരണം ഈഴവർക്ക് വലിയ സ്വാധീനമുള്ള മുനിസിപ്പാലിറ്റി വാർഡിൽ കഴിഞ്ഞ തവണ അട്ടിമറി ജയമാണ് ബി ജെ പി നേടിയത്. എത്രയോ വർഷങ്ങളായിട്ട് 4ഓ 5ഓ തവണ കൗൺസിലറായിരുന്ന ആളിനെ അട്ടിമറിച്ചാണ് ബി ജെ പി അവിടെ ജയിച്ചിരിക്കുന്നത് ഇക്കുറി 2020-ൽ. അപ്പോൾ ഇത്രയൊക്കെ ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉള്ളപ്പോൾ, ഇത്രയേറെ കണക്കുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ പാലക്കാട് താമര വിരിയില്ലേ? താമര തന്നെയാണ് പാലക്കാട് വിരിയ എന്നാണ് നമുക്ക് ഈ ഒരു കണക്കിലൂടെ ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി സ്ത്രീകളുടെ വോട്ട് അവിടെ വളരെ കൂടുതലാണ്. ഈ സന്ദീപിൻ്റെ പോക്ക് സ്ത്രീകളെ വല്ലാണ്ട് സ്പർശിച്ചിട്ടുണ്ട്. എന്നാലും ഈ പയ്യൻ ഈ ഇലക്ഷൻ ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ എന്തായാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യും. സിമ്പതി ബി ജെ പിക്ക്. അത് കൃഷ്ണകുമാറിന് കിട്ടിയ സിമ്പതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബി ജെ പിക്കും ആർ എസ് എസിനും കിട്ടിയ സിമ്പതിയാണ്. ഒരു സംഘടനയിൽ നിന്നിട്ട് പോകണമെങ്കിൽ നേരത്തെ പോകാമായിരുന്നല്ലോ. ഒരു നിസാര കാരണം പറഞ്ഞ് വഴക്കും ഉണ്ടായി. ശരിയാണ്, പരസ്പരം പറഞ്ഞു തീർക്കാവുന്നതായിരുന്നു. പക്ഷെ അതിന് നിൽക്കാതെ സന്ദീപ് ഇങ്ങനെ അവസാന നിമിഷം ഒരു അട്ടിമറി നടത്തിയത് മനഃപൂർവ്വം ബി ജെ പിക്കിട്ട് ചതി, ബി ജെ പിയോട് ചതി കാണിച്ചു എന്നാണ് പൊതുവെ സ്ത്രീ വോട്ടർമാരുടെ വിലയിരുത്തൽ. എൻ്റെ ഒരു മനസ്സിലാക്കൽ വെച്ചിട്ട് നാളെ ബി ജെ പി താമര ജയിക്കുകയാണെങ്കിൽ, താമര വിരിയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം സന്തോഷിക്കാൻ പോകുന്നത് ഒരു പക്ഷേ സന്ദീപ് വാര്യരായിരിക്കും. ഉള്ളിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അകത്ത് നടക്കണം എന്താണെന്ന് പുറത്തധികം കാണാറില്ലല്ലോ. എന്തായാലും നമ്മുടെ ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് ഈ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇദ്ദേഹം 50,000-ന് മുകളിലേക്ക് വോട്ട് പോകും എന്ന് പറഞ്ഞത്. നോക്കൂ, അവിടെ ആകെ പോൾ ചെയ്യപ്പെട്ടത് 1,37,000 വോട്ടാണ്. ഈ 1,37,000 വോട്ടിൽ 50,000 വോട്ട് പിടിച്ചാൽ ഒരാൾ ജയിക്കില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ CPM-ന് കിട്ടുന്ന വോട്ടും കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടും ഒക്കെ കൃത്യമായി കണക്ക് കൂട്ടിയിട്ടാണ് ബി ജെ പി നേതൃത്വം ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്, സന്തോഷിക്കുന്നത്. എന്തായാലും നമുക്ക് ഏതാനും മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ. നാളത്തെ സൂര്യോദയം പാലക്കാട്ടെ താമര വിരിയുന്നതിനാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ശരി.